എറണാകുളം അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിൽ വീണ്ടും സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗേറ്റ് തുറന്ന് ബിഷപ്പ് ഹൗസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. നിരാഹാരമിരുന്ന വൈദികരെ പോലീസ് നീക്കിയതിന് പിന്നാലെയാണ് സംഘർഷം. ഇന്ന് രാവിലെ 5:30യോടെയാണ് എറണാകുളം ബിഷപ്പ് ഹൌസിൽ നിരാഹാര സമരം നടത്തിയ 21 വൈദികരെ പോലീസ് നീക്കിയത്. പിന്നാലെ ബലം പ്രയോഗിച്ചാണ് വൈദികരെ മാറ്റിയതെന്നാരോപിച്ച് വിമത വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഒരു പോലീസ് ആക്ഷനാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇനി അനുരഞ്ജനം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകണം. ആ ഭാഷ എന്താണെന്ന് ഞങ്ങളുടെ സിനഡ് പിതാക്കന്മാർക്ക് അറിയില്ല. പോലീസും പ്രതിഷേധക്കാരും നിരവധി തവണ വാക്കേറ്റമുണ്ടായി. സമവായ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കാൻ തയ്യാറെന്ന ACP ജയകുമാർ പ്രതിഷേധക്കാരെ അറിയിച്ചെങ്കിലും ബസിലിക്ക പള്ളിക്ക് പുറത്തവർ നിലയുറപ്പിച്ചു. തുടർന്ന് ബിഷപ്പ് ഹൌസിനുള്ളിലേക്ക് പ്രതിഷേധക്കാർ തള്ളിക്കയറാൻ ശ്രമിച്ചു. ഗേറ്റ് അടച്ച് പോലീസ് പ്രതിരോധിച്ചതോടെ പ്രതിഷേധക്കാർ റോഡിലേക്ക് ഇറങ്ങി. മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എതിർഭാഗത്തുണ്ടെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് തയ്യാറാകൂ എന്നാണ് വിമത വിഭാഗത്തിന്റെ നിലപാട്. അതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി. അർച്ചന വിനോദ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അർച്ചന, ഇപ്പോഴും സമരം തുടരുകയാണോ? സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ അവിടെ നേരത്തെ ആ ഗേറ്റിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരമൊക്കെ അവരുടെ ഭാഗത്തുണ്ടായിരുന്നു പ്രതിഷേധക്കാരുടെ. ഇപ്പോഴും അത് തുടരുകയാണോ? തീർച്ചയായും ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഇപ്പോഴും പ്രതിഷേധക്കാർ തുടരുകയാണ്. പ്രധാനമായും ഇപ്പോൾ DCP എത്തിയിട്ട് ഉള്ളിൽ ചർച്ച ചെയ്യുന്നുണ്ട്, കളക്ടറുമായി സംസാരിക്കുന്നുണ്ട്. 2 പേർ പ്രതിഷേധക്കാർ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവരുമായി ചർച്ച നടത്തിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ അന്തിമ തീരുമാനമുണ്ടാകുക. പ്രതിഷേധക്കാർ ഇപ്പോഴും ഈ ഗേറ്റ് തുടരുകയാണ്. നേരത്തെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പോലീസ് തടയുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഗേറ്റൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ് കാണപ്പെടുന്നത്. ബിഷപ്പ് ഹൗസിനുള്ളിലാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും DCP പുറത്തു വന്നതിന് ശേഷമായിരിക്കും എന്താണ് ഈ സമരക്കാരുടെ നിലപാട് എന്ന് വ്യക്തമാവുക. എന്തായാലും വലിയ രീതിയിലൊരു പ്രതിഷേധമാണ് രാവിലെ മുതൽ ബസിലിക്ക പള്ളിയിലും പരിസരങ്ങളിലുമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായും രാവിലെ 21ഓളം വൈദികരെ ഈ ബസിലിക്ക ഈ ബിഷപ്പ് ഹൗസിന് മുന്നിൽ നിന്ന് മാറ്റുകയെന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വ്യാപകമായൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടാവുകയും വിവിധ വിഭാഗക്കാരടക്കം ഈ പള്ളി പരിസരത്തേക്ക് എത്തുകയും ചെയ്തത്. ഇപ്പോഴും വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാവുകയാണ്. പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും അത് സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ചർച്ച പുരോഗമിക്കുകയാണ് ബിഷപ്പ് ഹൗസിനുള്ളിൽ. അതിനുശേഷം DCP കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കും. നേരത്തെ ജില്ലാ കളക്ടർ ഇവരോട് സംസാരിക്കാൻ മുതിർന്നെങ്കിലും ഇവർ തയ്യാറായിരുന്നില്ല. മാത്രമല്ല സമവായ ചർച്ചയ്ക്കടക്കം പോലീസ് ശ്രമിച്ചിരുന്നു. എന്നാൽ അന്ന് ആ സമയങ്ങളിലൊന്നും തന്നെ ഈ പ്രതിഷേധക്കാർ അതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടിലാണ്. ഈ സമവായ ചർച്ചയ്ക്ക് ഒന്നും തന്നെ മുതിരാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുന്നുണ്ടെങ്കിൽ പോലും ഈ ചർച്ചയാണ് ഇനി പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും ഗേറ്റൊക്കെ പൂർണ്ണമായും പ്രതിഷേധക്കാർ തകർത്തിട്ടുണ്ട്. 2-3 തവണയാണ് ഇവർ ഈ ബിഷപ്പ് ഹൗസിനുള്ളിലേക്ക് കയറാൻ ശ്രമിച്ചത്. പോലീസ് നേരത്തെ തന്നെ ബിഷപ്പ് ഹൗസിനുള്ളിൽ ഇത്തരത്തിൽ സമരമോ പ്രതിഷേധമോ നടത്താൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിശ്വാസികൾ കൂട്ടത്തോടെ എത്തി ഗേറ്റ് തകർത്ത് ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചത്. അത് പോലീസ് തടയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രധാനമായും DCP ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അവർ ചർച്ച ചെയ്യുകയാണ്, കളക്ടറുമായി ഫോണിൽ സംസാരിക്കുകയാണ്. എന്തായാലും ഇനി എന്തായിരിക്കും തീരുമാനമെന്നാണ് അറിയാനുള്ളത്. സമരക്കാർ ഇവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ്. അവരുടെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇവരെ ധരിപ്പിക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായൊരു തീരുമാനമുണ്ടാവുക. നിമിഷം. ശരി, അങ്കമാലി അതിരൂപത ബിഷപ്പ് ഹൗസിന് മുൻപിൽ ഇപ്പോഴും പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധക്കാരുമായി സംസാരിക്കാൻ സ്ഥലം DCP അവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി ചർച്ച നടത്തി ചർച്ചയിലുള്ള തീരുമാനം പ്രതിഷേധക്കാരെ അറിയിക്കാനാണ് നിലവിലത്തെ തീരുമാനം. അർച്ചന വിനോദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.